സോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ചിത്രദുർഗയിലാണ്. ചിത്രദുർഗയിൽ കണ്ടില്ലേ ഒരു വീര മദക്കരി നായകൻ്റെ ഒരു സ്റ്റാച്ചു ഉള്ളത്. സോ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോവാണ്. അപ്പം ഞാൻ ഏകദേശം 2 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ 2 ദിവസം ട്രിപ്പ് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. സോ ഇപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള റൈഡാണ്. അപ്പം ഞാൻ അവിടെ എത്തിയ ശേഷം എനിക്ക് എത്ര എക്സ്പെൻസായി എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിത്രദുർഗ കോട്ടയിൽ നിന്നുള്ള കാഴ്ചകൾ തീർന്നിട്ടില്ല. ഞാനിപ്പോൾ പോകുന്നത് ഒനക്കെ ഓബോന കിണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ്. ഈ ഒരു കിണ്ടി എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു കോട്ടയിലോട്ട് റെയിൻ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്ത് ബാക്കി വരുന്ന വെള്ളം പുറത്തോട്ട് തള്ളൽപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസാണ്. അപ്പം ഹൈദരാലി ഈ ഒരു കോട്ടയിൽ പലതവണയായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പലതവണയായിട്ട് തോറ്റുപോയി. അങ്ങനെ ഈ ഒരു കോട്ടലിൻ്റെ ആ ഒരു സ്പേസിൽ നിന്ന്, അതായത് വെള്ളം പോകുന്ന ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസിലൂടെ ആ ഒരു ഹൈദരാലിയുടെ സൈന്യം നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവൽക്കാരൻ്റെ ഭാര്യ, അതായത് ആ കോട്ടയിൽ നിന്ന് വാച്ച് ടവറിൽ നിൽക്കുന്ന കാവൽക്കാരൻ്റെ ഭാര്യ ഈ ഒരു നുഴഞ്ഞുകയറ്റം കണ്ടിട്ട് ഓരോ സൈന്യത്തിൽ നിന്ന് ഉള്ള, അതായത് ഹൈദരാലിയുടെ ഓരോ സൈന്യത്തിലെ ഓരോ ആൾക്കാർ ഒരാൾക്ക് കയറി വരാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. ആ ഒരു സ്പേസിലൂടെ വരുന്ന ഒരാൾക്കാരെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി അങ്ങനെ ആ ഒരു വീരവനിത എന്ന രീതിയിൽ, അതായത് വനക്കെ ഓബവ എന്ന രീതിയിൽ പല പട്ടങ്ങളൊക്കെ ആ ഒരു സമയത്ത് നേരിട്ടിട്ടുണ്ട്. അങ്ങനെ പല നമ്മൾ ചിലപ്പം ബുക്സിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒനക്കെ ഓബോനെ കിണ്ടിയിരിക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് ഇവിടെ ഒരു വ്യക്തി ഈ ഒരു കോട്ടയുടെ മതിൽ കയറിക്കൊണ്ടിരിക്കുന്ന കാണാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജ്യോതിരാജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ഒരു ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി ഇവിടുത്തെ ഒരു ടോപ്പ് 1 ക്ലൈംബറാണ്. ജ്യോതിരാജ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഒരു സാധാരണക്കാരനല്ല. ജോഗ് ഫാൾസ് നിങ്ങൾക്കറിയാമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി 1500ഓളം ഫീറ്റ് ഉയരത്തിൽ നിന്നും വെള്ളം വീഴുന്ന ഈ ഒരു ജോഗ് ഫാൾസിൽ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഡെത്തായ ആ ഒരു ബോഡി പിക്ക് ചെയ്യാൻ വേണ്ടി ജോഗ് ഫാൾസ് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. കാരണം നമുക്കറിയാം ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് എന്തായിരിക്കും. 1500 ഫീറ്റ് ഉയരത്തിൽ നിന്നും വീഴുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് അത്രയ്ക്കും അതൊക്കെ എന്താ പറയുക ഫേസ് ചെയ്തുകൊണ്ട് ഇറങ്ങി ബോഡി മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ആ ഒരു വ്യക്തി ഈ ഒരു ജ്യോതിരാജാണ്. അപ്പം ഈ പുള്ളിക്കാരൻ, അതായത് ഇപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കോട്ട കയറുന്ന നേരത്ത് പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. കൈ അവിടെ വെച്ചിട്ട് ഒരു റൊട്ടേറ്റ് ആവാറുണ്ട്. കാല് മുകളിൽ നിന്നായിട്ട് റൊട്ടേറ്റൊക്കെ ചെയ്യുന്ന പല കാഴ്ചകളും നമ്മൾ യൂട്യൂബിലൂടെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ വീഡിയോസിലൂടെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ പുള്ളിക്കാരനെ കുറിച്ച് ഇത്രത്തോളം എന്താ പറയുക നമ്മൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കണം. കാരണം ഇത്രയ്ക്കും ഒരു ടാലൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്തായാലും എന്താ പറയുക നല്ല രീതിയിൽ നല്ല അവാർഡ്സൊക്കെ കിട്ടേണ്ടതായിരുന്നു. പല അവാർഡ്സുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അംഗീകാരങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് കുറവാണ്. നല്ല ടാലൻ്റായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടാൻ വേണ്ടി അത് നല്ല ഇൻഫ്ലുവൻസർ ഇല്ലെങ്കിൽ എന്താ പറയുക നല്ല കാശൊക്കെ വേണം അത് നേടിയെടുക്കാൻ വേണ്ടി. നമുക്ക് ഈ ഒരു കോട്ടയുടെ മതിൽ നമുക്ക് സാധാരണക്കാർക്ക് കയറാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ ഒരു കോട്ട ബിൽഡ് ചെയ്ത സമയത്ത് മറ്റുള്ള ശത്രുക്കളും ഇങ്ങനെ കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ. സോ ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല, കാലിന് ഒരു ഉറുമ്പിന് പാസ്സാവാനുള്ള സ്പേസ് പോലും ഉണ്ടാവില്ല. സോ അത്രയ്ക്കും ആയിട്ടുള്ള ഈ ഒരു കോട്ടയുടെ ഇത് കാരണം നമുക്ക് കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ ഒരു ഇട്ടേക്കണ ഒരു ചെരുപ്പ് സാധാരണ ഒരു ചെരുപ്പല്ല, കുറച്ച് വ്യത്യാസം. കാരണം ഈ ഒരു കോട്ട കയറണമെങ്കിൽ നമുക്ക് അനാവശ്യമുള്ള ഉപകരണം എന്തെങ്കിലും യൂസ് ചെയ്യാനുണ്ട്. മാത്രമല്ല യാതൊരു രീതിയിലുള്ള റോപ്പും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പുള്ളിക്കാരൻ ആ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ യാതൊരു സമയത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. സോ സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരുന്നു തോന്നുന്നു. അപ്പം ഈ ഒരു വ്യക്തി നമുക്ക് കയറിക്കൊണ്ട് പോയിരിക്കുന്നത് കാണാം. താഴെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളാണ് ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഇവിടെ അവസ്ഥ കണ്ടില്ല. ബാക്കിൽ ഒരുപാട് വണ്ടികളും കുരങ്ങുകളും. സീറ്റൊക്കെ ആൾമോസ്റ്റ് ഒരു വിധമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഹാൻഡ് ലോക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വണ്ടി ഞാൻ തിരിച്ചെടുക്കും? ഹലോ, ഇത്രയും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു വണ്ടി ആൾക്കാർ കുരങ്ങിനെ ഓടിക്കുന്നില്ല. സീറ്റും എല്ലാം കീറി പറിച്ച് ഒരു വിധമാക്കിയിട്ടുണ്ടാവും. പോലീസുകാർ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യുകയാണ്?
കുടുംബവിശേഷം സംസാരിച്ച് നിൽക്കുക. ഇതേ എൻ്റെ വണ്ടിക്കറി കയറുന്ന ഓടാ. ഒരു വിധത്തിൽ വണ്ടിയൊക്കെ എടുത്ത് മാറ്റി ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് 200 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിലോട്ട്, 200+ ഉണ്ട്. സോ ഇപ്പോൾ ഉള്ളത് ചിത്രദുർഗയിലാണ്. അപ്പം ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിത്രദുർഗ ഫോർട്ടിൽ. സോ ആ ഫോട്ടോ മൊത്തം ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടാണ് കയറി ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ആദ്യം നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ബാക്കി കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. ഓക്കെ. സംഭവം ഇന്നലെ കഴിച്ചത് തന്നെയാണ് എഗ് റൈസ്. അപ്പം ഇവിടെ കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ട് ഇങ്ങനെ. സോ ഇവിടെ നിന്ന് കഴിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം റെസ്റ്റോറൻറ്റിനെക്കാളും ഇത് എനിക്ക് കുറച്ച് വൃത്തിയായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഞാൻ കഴിച്ചുകൊണ്ട് ഞാൻ പറയാം. അപ്പം ഈ കാണുന്ന തട്ടുകടയിൽ നിന്ന് ബ്രഞ്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചായിരുന്നു. ഇപ്പം നട്ടുച്ചയാണ്, നല്ല കട്ട വെയിലാണ്. അപ്പോൾ എങ്ങനെ ഹൈവേക്കറെ ആയിരിക്കും, കാര്യമായിട്ട് മരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ചിത്രദുർഗ എന്ന സ്ഥലത്തിന് ഇവിടെ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പം ഈ റോഡല്ല, ഇവിടെ അപ്പുറം ആ ഒരു ഫ്ലൈ ഓവർ പോയിട്ടില്ല, ആ ഒരു വഴിയാണ് പോകാനുള്ളത്. ഹലോ, ഒന്ന് സൈഡാക്കില്ല. സമയം ഇപ്പോൾ ഏകദേശം ഒരു 1 മണി ആവാറായി. സോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചായതുകൊണ്ട് പിന്നെ ലഞ്ച് പ്രത്യേകിച്ചില്ല. സോ ഇപ്പോൾ ഞാൻ ഒരു കണ്ടില്ല, ഇങ്ങോട്ടൊക്കെ പ്ലെയിൻ സ്ഥലങ്ങളാണ്. സോ ജസ്റ്റ് ഒന്ന് ഹൈവേന്ന് ഇങ്ങോട്ട് മാറ്റി നിർത്തിയതാണ് വണ്ടി. സോ 3 വരി പാതയാണ്, വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വണ്ടി ചീരിപ്പാഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക, സ്ലോ പോകുന്നവർ 60-70 പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ സർവീസ് റോഡിൽ കൂടെയാണ് മാക്സിമം എടുക്കുന്നത്. പിന്നെ സർവീസ് റോഡ് എടുക്കുമ്പോൾ പ്രശ്നം എന്താണ്, അവിടെ സ്പീഡ് ബ്രേക്കറാണ്, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു എന്താ പറയുക, സ്പീഡ് ലിമിറ്റ് ഈ ഹൈവേയിലൊക്കെ മാക്സിമം എന്ന് പറയുമ്പോൾ 120 വരെയൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് 120 ഒന്നല്ല, അതിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സ്പീഡ് ക്യാമറാസൊന്നും കാര്യമായിട്ടില്ല ഈ റോഡിൽ. സോ ഇപ്പം എന്താ, ഇനി ഒരു 160 കിലോമീറ്ററും കൂടെ ഉണ്ട് ബാംഗ്ലൂരിലോട്ട്. ഞാനിപ്പോൾ പോകുന്നത് ചിത്രദുർഗ തുമക്കൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ്. 3 വരി പാതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഏകദേശം ഒരാഴ്ച മുൻപ് ഓൾവോ XC90 കാർഡ് ആക്സിഡൻറ്റ് കുറിച്ച് ചിലപ്പോൾ നമ്മൾ ന്യൂസൊക്കെ കണ്ടു കാണും. അപ്പം ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് കാർഡ് എന്നൊരു രീതിയിൽ ആ ഒരു ടോപ്പ് 1 നിൽക്കുന്ന ആ ഒരു കാറ്, ആ ഒരു 50 ടൺ ഭാരമുള്ള ഒരു ട്രക്ക് അതിന് മുകളിലോട്ട് വീണ് ഏകദേശം ഒരു 6 പേരോളം മരിക്കാനിടയായ ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് നെറ്റിപ്പിച്ചതാണ്. കാരണം ആ ഒരു റീസെൻ്റ്ലിയാണ് ജോബൊക്കെ റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. 300ഓളം ആൾക്കാർക്കാണ് ജോലിയൊക്കെ അവിടെ ആ ഒരു നിലയ്ക്ക് ആ ഒരു കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഗ്രോയിങ് സ്റ്റേജിലായിരുന്നു. ആ ഒരു സമയത്താണ് 2 മാസം മുമ്പ്, അതായത് ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നേക്കാളും 2 മാസം മുമ്പ് ഈ ഒരു കാറ് ബൈ ചെയ്തത്. പുള്ളിക്കാരൻ കാറിന് മുകളിലൊക്കെ അത്യാവശ്യം നല്ല ക്രേസുള്ള ആളായിരുന്നു. അപ്പം അത്രയ്ക്കും സെലക്റ്റീവായിട്ടാണ് ഈ ഒരു കാർ തന്നെ ചൂസ് ചെയ്തത്. സോ ഒരു മറക്കാൻ പറ്റാത്തൊരു ദുരന്തമായിരുന്നു. ഏകദേശം ആ ഒരു കാറിൽ 6 പേരോളം ഉണ്ടായിരുന്നു, കുട്ടികൾ ഉൾപ്പെടെ. സോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന നേരത്തെ ഒരിക്കലും എന്താ പറയുക, സ്ലോ ട്രാക്ക് സ്പീഡ് ട്രാക്ക് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു ട്രക്ക് ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ സ്പീഡ് ട്രാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ലൈൻ ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മൾ കീപ്പ് ചെയ്യണം. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. രാവിലെ പുറപ്പെട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയാകുമ്പോഴാണ് ബാംഗ്ലൂർ എത്തിയത്. ഏകദേശം 700 കിലോമീറ്ററോളമാണ് ഈ ഒരു ഡിസ്റ്റൻസ് എനിക്ക് ആയത്. വലിയ രീതിയിൽ സ്പീഡും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള റൈഡും ആണ്. അപ്പം എനിക്ക് ഏകദേശം 1200 എക്സ്പെൻസ് ആയത്. അപ്പം ഫുഡിനൂടെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം റൂമും കാര്യങ്ങളൊന്നും ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടില്ല. കാരണം നൈറ്റും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റൈഡായിരുന്നു. സോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു 2 ദിവസത്തെ യാത്രയിൽ എനിക്ക് നൽകിയിട്ടുള്ളത്. സോ നിങ്ങളുടെ മുൻപിൽ മാക്സിമം എത്ര കാഴ്ച എനിക്ക് പകർത്തിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല കിടിലം വീഡിയോസായിട്ട് അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റ.